വലിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, പ്രിയ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് സംശയമുണ്ടാകും, ഈ ബാലൻ, ഈ കൊച്ചൻ വന്ന് എന്തോ പറയാൻ പോവാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരം ആദ്യം പറയാം. ബാലാദപി ഗൃഹീതവ്യം യുക്തയുക്തം മനീഷിഭി രവരേരവിഷയം വസ്തു കിം ന ദീപ് പ്രകാശയേത്. മനസ്സിലായില്ലെന്ന് മനസ്സിലായി? അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഒരു കൊച്ചുകുട്ടിയാണ് പറയുന്നതെങ്കിലും, കൊച്ചുകുട്ടി ഞാനാണ് പറയുന്നതെങ്കിലും, യോഗ്യമായിട്ടുള്ളതാണെങ്കിൽ പണ്ഡിതനും, നിങ്ങളെല്ലാം പണ്ഡിതന്മാരാണ്, പണ്ഡിതർക്കും സ്വീകരിക്കാം. സൂര്യൻ എത്താൻ കഴിയാത്ത സ്ഥലത്തുള്ള പദാർത്ഥത്തെ ഒരു കൊച്ചു വിളക്കിന് കാട്ടിത്തരാൻ സാധിക്കും. ഒത്തിരി സൂര്യന്മാർ ഒന്നിച്ചുദിച്ച സ്ഥലമാണിത് എന്നെനിക്കറിയാം. നിങ്ങൾ ഒത്തിരി, അപ്പോൾ സൂര്യവിളക്കിൽ നിന്ന് ഒത്തിരി പ്രകാശം ലഭിച്ചവർക്ക് ഞാനൊരു കൊച്ചു വിളക്ക്, ഇപ്പം വീട്ടിനകത്ത് വിളക്ക് വേണമല്ലോ, വീട്ടിനകത്തുള്ള ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നാം ഗുഡ് ഫ്രൈഡേ ആചരിക്കുകയാണ്. നല്ല വെള്ളി, ശുഭം, മംഗളം, മംഗളം ഭവന്തു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എപ്പോഴാണ് ഒരുവൻ്റെ ജീവിതം ശുഭമാകുന്നത്? മാതാപിതാക്കളായ നിങ്ങൾക്കറിയാം, നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ ജീവിതം ശുഭമാകുവാൻ വേണ്ടിയാണ്. നിങ്ങളുടെ മക്കളുടെ ജീവിതം ശുഭമാകുവാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഒത്തിരി ത്യാഗങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ കഞ്ഞി കുടിക്കാതെ ഇരുന്നാലും അവർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. നിങ്ങൾ ഒത്തിരി വിഷമിച്ചാലും നിങ്ങളുടെ മക്കൾ കൊടുക്കണമെന്ന്, നിങ്ങളുടെ ത്യാഗമാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതമെന്ന് പറയുന്നത്. അവരുടെ ജീവിതം ശുഭമാകുവാൻ വേണ്ടി നിങ്ങൾ ത്യാഗം സഹിക്കുന്നു. യേശു ഇന്ന് ചെയ്തത് അതുതന്നെയാണ്. നമ്മുടെയൊക്കെ പാപം തൻ്റെ ചുമലിൽ ചുമന്നുകൊണ്ട് പരിഹാരമായി അവൻ തന്നെ മുറിച്ചു, തൻ്റെ അവസാന തുള്ളി പോലും നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് പരിഹാരം ചെയ്തു, നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു. നമുക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തെങ്കിൽ നാം ഓരോരുത്തരും അവരന് വേണ്ടി പരിഹാരം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ് കുരിശിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. കുരിശ് രക്ഷയായി മാറുന്നത് അങ്ങനെയാണ്. കുരിശ് രക്ഷയായി മാറണമെങ്കിൽ നീ വഹിക്കുന്ന കുരിശ് മറ്റുള്ളവർക്ക് രക്ഷയായിട്ട് മാറണം. നാം എല്ലാവരും കുരിശിൽ കിടക്കുന്നവരാണ്. കുരിശ് വഹിക്കാത്തവരായിട്ട് ആരുമില്ല. ആരോടെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, സുഖമാണോ? അപ്പം തന്നെ കുരിശിൻ്റെ ഒരു പട്ടിക അവർ ലിറ്റനി പോലെ ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുന്നത് കേൾക്കാം. പിന്നെ ചെവിയും പൊത്തിക്കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എന്ന് വിചാരിക്കും, അല്ലേ? അപ്പോൾ കുരിശിൻ്റെ പട്ടിക നിരത്താത്തവരാരുമില്ല, കുരിശിൽ കിടക്കാത്തവരാരുമില്ല. എന്നാൽ കുരിശിൽ കിടക്കുന്ന നീ ക്രിസ്തുവാകാത്തതെന്തേ? അതാണ് ചോദ്യമെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവം നിനക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നിന്റെ കുരിശ് രക്ഷണീയമായിട്ട് മാറുക. പലപ്പോഴും നിങ്ങളിവിടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ കുരിശ് വഹിക്കുന്നു, ഞാൻ ക്രിസ്തുവാകുന്നില്ല. ഞാൻ കുരിശ് വഹിക്കുന്നു, എൻ്റെ വഹിക്കുന്ന കുരിശ് അത് രക്ഷണീയമായിട്ട് മാറുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ പറയുന്നത് എനിക്ക് ഭയങ്കര കുരിശാണ്. ആ കുരിശിനോട് പലപ്പോഴും നമുക്ക് പുച്ഛമാണ്. ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നമ്മൾ കുരിശിനെ ആരാധിക്കുന്നുള്ളൂ, ബഹുമാനിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും കുരിശിനെ നമ്മൾ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്, നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു മാറ്റമില്ല. ചിലരുണ്ടാകും, പക്ഷേ 99.99% ചെയ്യുന്നത് നമ്മൾ കുരിശിനെ നിന്ദിക്കുകയാണ്. എങ്ങനെയാണ് കുരിശിനെ നിന്ദിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവേ എനിക്ക് മാത്രമേ ഇങ്ങനെ തന്നുള്ളൂ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ് പിന്നെ എനിക്കിങ്ങനെ വന്നത്? എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോൾ തലതിരിഞ്ഞു പോയതെന്താ? എൻ്റെ ഭാര്യ ഇങ്ങനെ ആയതെന്താ?
എനിക്ക് വേലി ചാടുന്ന ഒരു ഭാര്യയാണോ കിട്ടിയത്? മതിലിടിച്ച് പൊട്ടിക്കുന്ന ഒരു ഭാര്യയാണോ കിട്ടിയത്? എൻ്റെ ഭർത്താവ് മുഴുക്കുടിയനാണ്. കർത്താവ് എനിക്ക് മാത്രം ഇതാണോ? അപ്പം പട്ടിക അങ്ങനെ നീളുകയാണ്. ഈ പട്ടിക നിങ്ങൾ നിരത്തുമ്പോൾ നീ കർത്താവിനെ നിന്ദിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ നിന്ദിക്കുന്ന എൻ്റെ കുരിശ് എങ്ങനെയാണ് രക്ഷണീയമായിട്ട് തീരുന്നത്? അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും ആ ഗിയറൊന്ന് മാറ്റിപ്പിടിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗിയറൊന്ന് മാറ്റിപ്പിടിക്കുക. നിങ്ങൾ രാവിലെ കുരിശിൻ്റെ വഴി നടത്തി, പക്ഷേ അതിനകത്ത് ചെല്ലുന്നതുകൊണ്ട് പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ അതാണ്. അവർക്ക് സഹനങ്ങളുണ്ടായിരുന്നു, അവർക്ക് കുരിശുണ്ടായിരുന്നു. അവരുടെ സഹനങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോൾ അവർ പരാതി പറഞ്ഞു, ദൈവത്തോട് മറുതലിച്ചു. എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? അവരെ ശിക്ഷിച്ചു. അവരുടെ കുരിശ് അവർക്ക് അനുഗ്രഹമായിട്ട് മാറിയില്ല. നീയും ഇങ്ങനെ പരാതി പറയുമ്പോൾ നീ വഹിക്കുന്ന കുരിശ് എന്തായാലും ചതിച്ചേ പറ്റുള്ളൂ. ആ ഭർത്താവാകുന്ന കുരിശിൽ തറയ്ക്കപ്പെട്ട ഭാര്യയാണ് നീയെങ്കിൽ അവിടെ തറഞ്ഞു കിടന്നേ പറ്റുള്ളൂ, അല്ലേ? അത് ഏതൊരു സിനിമയിലെ ഒരു ഡയലോഗാണ്. ഈ സിനിമയിലെ ഡയലോഗ് എഴുതുന്നവരും കുരിശിനെ കുറിച്ചാണല്ലോ എഴുതുന്നത്. അപ്പം പെണ്ണ് വന്നുകൊണ്ട് നടനോട് പറയുകയാണ്, നീയാകുന്ന കുരിശിൽ തറയ്ക്കപ്പെടാനുള്ളവളാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അത് ഏത് സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡയലോഗാണ്. അത് ഇവിടെ പറയാൻ പറ്റിയില്ല. അപ്പോൾ വല്ലപ്പോഴും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് പ്രയോഗിച്ച് കളയരുത് കേട്ടോ. ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിന്റെ ഭർത്താവാകുന്ന കുരിശിൽ തറയ്ക്കപ്പെട്ട നീ പലപ്പോഴും നീ കുരിശ് വഹിക്കണം. പക്ഷേ എപ്പോഴും പരാതിയെ പറയുന്നെങ്കിൽ ആ കുരിശ് വെറുതെയാണ്. പാഴായിപ്പോകുന്ന നിന്റെ കുരിശിനെ ഓർത്ത് നീ വിലപിക്കണം, നീ കണ്ണീരൊഴുകണം. നിന്റെ മക്കളെക്കുറിച്ചൊക്കെ എപ്പോഴും പരാതി പറയുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാം വാക്യം. സമയമുണ്ടെങ്കിൽ ഒന്ന് വായിക്കണേ. നിങ്ങൾക്കൊക്കെ സമയമില്ലല്ലോ. കാരണം വാട്സാപ്പ് നോക്കാൻ തന്നെ സമയം തികയില്ല, ഇൻസ്റ്റഗ്രാം നോക്കാൻ ഒട്ടും സമയം തികയില്ല, പിന്നെ എക്സിലും വൈയിലും ഒക്കെ കയറാൻ ഒട്ടും സമയം തികയാത്ത നിങ്ങൾക്ക് വചനമെടുത്ത് വായിക്കാൻ പറ്റുമോ എന്ന് സംശയമുള്ളത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ സമയമുണ്ടെങ്കിലൊന്ന് വായിക്കണം. അതിൽ പറഞ്ഞിട്ടുണ്ട്, നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിന്റെ ബന്ധനം കഠിനമാകും. നീ കുരിശ് വഹിക്കുമ്പോൾ നീ നിന്ദിക്കുന്നുവെങ്കിൽ നിന്റെ ബന്ധനം കഠിനമാകും. നിന്റെ ജീവിതത്തിൻ്റെ കുരുക്ക് നീ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പോയി നൊവേന ചെല്ലും. വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്ത് പോയി നൊവേന ചെല്ലാതെ നടന്ന് ചെരുപ്പ് തേയാതെ വീട്ടിലിരുന്ന് ഈ പരാതി പറയാതെ നിന്റെ ജീവിതത്തിന് കുരുക്കുണ്ടാക്കാതെ നോക്കുകയല്ലേ നിനക്ക് വേണ്ടത്? അപ്പോൾ കുരിശിനെ ധ്യാനിക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമുണ്ട്, നിന്ദിക്കരുത്. ആരെയൊക്കെയാണ് നിന്ദിക്കുന്നത്? നീ ദൈവത്തെ നിന്ദിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവുമില്ല, പണ്ടാരം, എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നു, നാശമാണ്, എന്നിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഇല്ലെന്നേ എന്ന് വരെ പറയുന്ന ആശാന്മാരുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, പക്ഷെ ആ ജോലി നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ തകർന്നില്ല. ഞാൻ കൂലിപ്പണിക്ക് പോയി എൻ്റെ മക്കളെയൊക്കെ വളർത്തി. ഇന്ന് അവന്മാർ 2 എഞ്ചിനീയർമാരാണ്, IT മേഖലയിലെ വലിയ എഞ്ചിനീയർമാർ. എനിക്ക് അന്ന് സ്വപ്നം കാണാതിരുന്ന പൈസയാണ്, ശമ്പളമാണ് അവന്മാർ മേടിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ ഡിപ്രഷനാണ്, ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുക. കൂലിപ്പണിക്ക് പോയ അപ്പച്ചൻ ഒരിക്കലും ഡിപ്രഷന് മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. IT-യിൽ ലക്ഷങ്ങൾ, അല്ലെങ്കിൽ ആയിരങ്ങൾ, ലക്ഷങ്ങളും ശമ്പളം വാങ്ങിക്കുന്ന മോൻ ഡിപ്രഷന് ഗുളിക കഴിക്കുന്നത്. വ്യത്യാസം നോക്കണേ. അപ്പോൾ എന്താ? അവൻ്റെ പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി, കഴിവ് അവന് ഇല്ലാതെ പോകുന്നു. ഈ കുട്ടിത്തേവാങ്കെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാനല്ല കേട്ടോ, ആ കുട്ടിത്തേവാങ്ക് ഇങ്ങനെ തലയമ്മിരിക്കുള്ളൂ കേട്ടോ. എന്താ വെറും പൊട്ടൻ. അപ്പോൾ ഇങ്ങനെ കുട്ടിത്തേവാങ്ക്. അപ്പം നമ്മൾ നമ്മുടെ മക്കൾ വളർത്തുന്നത് കുട്ടിത്തേവാങ്കായിട്ടാണ് വളർത്തുന്നത്, അല്ല മനുഷ്യനായിട്ടല്ല വളർത്തുന്നത്. നിന്റെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന, നിന്റെ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് പ്രാപ്തിയുള്ള ഒരു മകനെ, മകളായിട്ട് വളർത്തുവാനായിട്ട് അപ്പനും അമ്മയ്ക്കും കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം സ്വാഹ, പൊട്ടന്മാരായിട്ട്.
അവനെ ഒന്നിനും കൊള്ളില്ല. അവൻ എഞ്ചിനീയർ ആകാം, ഡോക്ടറാകാം, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ദുഃഖങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കാത്ത ഒരു മനുഷ്യനായിട്ടാണ്, ഒരു മകനായിട്ടാണ്, മകളായിട്ടാണ് നീ വളർത്തുന്നതെങ്കിൽ നീ ഒന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല. ഈ കുരിശിനെ ധ്യാനിച്ചത് കൊണ്ട് വെറുതെയാണ്. ചേമ്പലപ്പുറത്ത് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. വെള്ളമൊഴിക്കുന്നുണ്ട്, പക്ഷെ പാഴായി പോകും. നിന്റെ ജീവിതവും പാഴാണ്. അതുകൊണ്ട് കുരിശിനെ ധ്യാനിക്കുമ്പോൾ നിന്റെ ജീവിതം പാഴാകാതിരിക്കണമെങ്കിൽ നിന്റെ മകനെ, നിന്റെ മകളെ അവൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെയും വേദനകളെയും അഭിമുഖീകരിക്കുവാനായിട്ട് പഠിപ്പിക്കണം. അതാണ് കുരിശിനെ ധ്യാനിക്കുമ്പോൾ നീ പഠിപ്പിക്കേണ്ടത്. അതാണ് ക്രിസ്തുവിൽ നിന്ന്, ക്രൂശിതനായവനിൽ നിന്ന് പഠിക്കേണ്ട ആദ്യത്തെ പാഠം അതാണ്. അവൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, വിവസ്ത്രനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി പരിഹസിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, ഒറ്റുകൊടുക്കപ്പെട്ടു, അസ്തിത്വം ചോദ്യപ്പെട്ടു, വെല്ലുവിളിക്കപ്പെട്ടു. ഇതെല്ലാം നിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ അഭിമുഖീകരിക്കുമ്പോൾ അവനെപ്പോലെ നിസ്വനായി നിസ്വാർത്ഥനായിട്ട് നിൽക്കുവാനായിട്ട് നിന്റെ മകനോ മകൾക്കോ കഴിയുന്നുണ്ടോ? അതാണ് കുരിശിൽ നിന്ന് നീ പഠിക്കേണ്ട പാഠമെന്ന് പറയുന്നത്. യേശു എങ്ങനെയായിരുന്നു? കൊട്ടത്തേങ്ങ പോലെയായിരുന്നു. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഈ കൊട്ടത്തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഉണങ്ങിയ തേങ്ങ പോലെയാണ്. ഈ ഉണങ്ങിയ തേങ്ങയുടെ കാര്യമെന്ന് പറഞ്ഞാൽ എന്താ? ഉണങ്ങിയ തേങ്ങ പരിപ്പ് അതിൻ്റെ ചിരട്ടയിൽ നിന്ന് വേർപെട്ടതാണ്. ആ ഇനി വീട്ടിൽ ചെന്ന് കൊട്ടത്തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊച്ചച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കണം. ധ്യാനിച്ചുകൊണ്ടേ പൊട്ടിക്കാവുള്ളൂ കേട്ടോ. അത് ക്രിസ്തുവിനെ പോലെയാണ്. എന്താ? അവൻ ശരീരത്തിൽ തകർക്കപ്പെട്ടെങ്കിലും അവൻ ആത്മാവിൽ തകർക്കപ്പെട്ടില്ല. കാരണം എന്താ? എല്ലാത്തിൽ നിന്നും ഒരു സമദൂരം നിൽക്കുവാനായിട്ട് അവന് സാധിച്ചു. ഈ സമദൂരം നിൽക്കുന്നവനെ ഒന്നും തൊടുന്നില്ല എന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം ആവശ്യമുണ്ട്. ഭാര്യയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എന്തെല്ലാം പൊല്ലാപ്പം ഉണ്ടാക്കുന്ന ചില ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങളുണ്ട്. ഭർത്താവ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല കറിയൊക്കെ വെച്ചിട്ട് അവളിങ്ങനെ കാത്തു നിൽക്കും. ഇപ്പം തന്നെ കമൻ്റ് അടിക്കും. എന്നിട്ടെന്താ? ഭർത്താവ് വെട്ടി വിഴുങ്ങി ഏമ്പൊക്കെ ഇട്ട് പോകുന്നതല്ലാതെ നല്ലതെന്നുള്ളൊരു വാക്ക് പോലും പറയില്ല. നിരാശയായ ഭാര്യ പിറ്റേന്നെന്താ? കുറച്ച് മുള ഊട്ടിയിട്ട് കൊടുക്കും. അപ്പം പ്രതികരണം ഉണ്ടാവും. എടി മറ്റേ മോളെ നീ എന്തുവാടി കാണിച്ചു, നിൻ്റെ അമ്മ എന്ത് പഠിപ്പിച്ചടി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ആശ്വാസം, അങ്ങനെയെങ്കിലും ഒന്ന് പ്രതികരിച്ചല്ലോ എന്ന്. അപ്പം നാളെ മുതൽ നല്ല ഭക്ഷണം നാളെ ഈസ്റ്ററാണ്. ഈസ്റ്ററിന് അപ്പവും സ്റ്റൂവും മുട്ടയും ഏത്തക്ക പുഴുങ്ങിയതും ഒക്കെ തരുമ്പോൾ നന്നായിരുന്നു എന്ന് തോന്നുക. അങ്ങനെയെങ്കിലും ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ അവൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നു, കിട്ടിയില്ലെങ്കിലോ? വേണ്ടെന്ന് വയ്ക്കാനായിട്ട് നിനക്ക് സാധിക്കുമോ? അതാണ് സമദൂരം പ്രാപിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടാത്തത് ഉപേക്ഷിക്കുവാനുള്ള നീ ഉണ്ടാകണം. അതാണ് നീ കുരിശിൽ നിന്ന് പഠിക്കേണ്ടത്. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു, നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിലോ? വേണ്ടെന്ന് വെക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷേ പിടിച്ചു വാങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുന്നിടത്താണ് നിന്റെ അഹംബോധം ഉടയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അവിടെയല്ലേ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ കുരിശിനെ നീ ധ്യാനിക്കുമ്പോൾ നീ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. കിട്ടാത്തതൊക്കെ വേണ്ടെന്ന് വെക്കാനായിട്ട് എറിഞ്ഞു കളയുവാനായിട്ട് സാധിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടാകുമ്പോഴാണ് കുരിശിൽ കിടക്കുന്നവൻ്റെ മനോഭാവം നിനക്കുണ്ടാവുക എന്ന് പറയുക. ഭാര്യയുടെ സ്നേഹം നിനക്ക് അവകാശപ്പെട്ടതാണ്, പക്ഷേ പിടിച്ചു വാങ്ങേണ്ടതല്ല. അവൾ തരുന്നില്ല, അവൾ മാറി നിൽക്കുന്നുവെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാൻ പഠിച്ചാൽ എന്താ? തന്നെ തന്നുള്ളൂ. നീ വേണ്ടെന്ന് വയ്ക്കാനൊന്ന് പഠിച്ചു നോക്കേ, തീർച്ചയായിട്ടും നിനക്കത് കിട്ടും. ഈ അമ്മച്ചിമാരോടും പറയാനുണ്ട്. ഈ ചില അമ്മച്ചിമാരുണ്ട്, ഈ മക്കളെ കെട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ എംപ്റ്റി നെസ്റ്റ് ഫീലിംഗ് എന്ന് സൈക്കോളജിസ്റ്റ് പറയാറുണ്ട്. എംപ്റ്റി നെസ്റ്റ് ഫീലിംഗ് എന്ന കൂടൊഴിയുന്ന മനോഭാവം. അയ്യോ മക്കളെല്ലാം പോയി, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, എനിക്കിപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി എന്നും പറഞ്ഞുകൊണ്ട് മെമ്മ ബബ്ബ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ചില അമ്മമാരുണ്ട്. ഞാൻ പറയാറുണ്ട്, എന്തിനാ ഈ നിലവിളിക്കുന്നത്? പോകുന്നവർ പോട്ടെ, പോകാൻ അനുവദിക്കൂ. അത് കുരിശാണ്. നിന്റെ മകനെയോ മകളെയോ കെട്ടിച്ചയക്കുമ്പോൾ, മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുമ്പോൾ, അവർ പോകുമ്പോൾ നിനക്ക് ദുഃഖമുണ്ടെങ്കിൽ കെട്ടിക്കണ്ട.
അടയ്ക്കുകയാണെങ്കിൽ ആ മടിയിൽ വയ്ക്കുക, മടക്കാമരമാണെങ്കിൽ കുഴിച്ചിടണമെന്നുണ്ട്. പക്ഷേ നിന്റെ മകനെയോ മകളെ വിട്ടുപോകാൻ നിനക്ക് ഭയങ്കര, നീ കെട്ടിക്കാതെ നിന്റെ മടിയിൽ തന്നെ വെച്ചോളൂ. പക്ഷേ കുരിശിൻ്റെ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഈ മകനെയും മകളെയും പോകാനായിട്ട് നീ അനുവദിക്കുന്നതാണ്. കല്യാണം കഴിച്ചു വന്നാൽ അതിനേക്കാൾ ബഹരസമാണ്. എന്താ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി വിചാരിക്കും, അമ്മായിയമ്മയും, ചില അമ്മായിമ്മമാരും അമ്മച്ചിമാരും ഉണ്ട് കേട്ടോ. എങ്ങനെയാ? പിന്നെ ബുൾഡോസർ പോലെ അങ്ങ് ഇടിച്ചു കയറുകയാണ്. ഭാര്യ വന്നു ചായ, ഇന്നലെ വരെ ചായ കൊടുത്തത്, ഡ്രസ്സ് എടുത്ത് കൊടുത്തത്, അവന് തട്ടി ഉണർത്തിയത്, മോനെ എഴുന്നേക്കെന്ന് പറഞ്ഞ എല്ലാം അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ മാറ്റാൻ പറ്റൂല. അങ്ങ് ബുൾഡോസർ പോലെ അങ്ങ് ഇടിച്ചു കയറും. പാവം പെണ്ണ് അവിടെ വായി നോക്കി ഇങ്ങനെ ഇരിക്കും. എൻ്റെ കർത്താവേ, ഇങ്ങനെയാണോ എൻ്റെ ഗതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബുൾഡോസ് ചെയ്യുന്ന അമ്മ എന്താ? കുരിശിനെ ധ്യാനിക്കാത്തത് കൊണ്ടാണ്. എന്താണ് കുരിശെന്ന് വെച്ചാൽ, അവരുടെയൊക്കെ ജീവിതത്തിൽ ബുൾഡോസർ പോലെ ഇടിച്ചു കയറാതെ മാറി നിൽക്കാനായിട്ട്, ആ മകൻ അവൻ ജീവിക്കട്ടെ എന്ന് വെക്കാനായിട്ട് അമ്മ വെക്കുമ്പോഴാണ് കുരിശിനെ ധ്യാനിക്കുന്ന അമ്മയായിട്ട് അവൾ മാറുക. അതുപോലെ ഭാര്യമാരുണ്ട്, പറയാൻ ഒത്തിരി ഉണ്ട്. പറഞ്ഞ് നിങ്ങൾ അവസാനം നിങ്ങൾ എന്നെ തല്ലി വിടുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇത്രയും മതിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുരിശിനെ ധ്യാനിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട പാഠങ്ങളാണ്. അപ്പോൾ കുരിശിനെ ധ്യാനിക്കുമ്പോൾ ഈ പാഠങ്ങൾ എനിക്ക് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു നല്ല വെള്ളിയായിട്ട് മാറുക. അപ്പോൾ നമുക്ക് ഒഴിവാക്കാമായിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പൈതങ്ങളുടെ കൂട്ടക്കൊല ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ എഴുതിയായിരുന്നു. ഈ യേശുവിനെ കാണാൻ വന്ന ഈ രാജാക്കന്മാരെങ്ങനെയുള്ളവരായിരുന്നു? ഒത്തിരി അറിവുള്ളവരായിരുന്നു, നക്ഷത്രങ്ങളുടെ ദിശ അറിയാവുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ വന്നത്. മറ്റുള്ളവരെക്കുറിച്ച് പരജ്ഞാനം ഉള്ളവരായിരുന്നു, അണുവിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെ അറിവുള്ളവരായിരുന്നു. പക്ഷേ ഹേറോദേസിൻ്റെ കുടിലത മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടെന്താണ്? ആ സിംഹത്തിൻ്റെ മടയിലേക്ക് അങ്ങ് കയറി ചെന്നു. ഒരു ഇതില്ലേ, ഞാൻ സിംഹത്തിൻ്റെ മടയിലേക്ക് ചെന്നു, ഒരു രാഗം പാടാൻ പറഞ്ഞു എന്നതല്ല കേട്ടോ, സിംഹത്തിൻ്റെ മടയിലേക്ക് ഓടിക്കേറി. അതുകൊണ്ടെന്താ? കുറച്ച് പൈതങ്ങളെ അവൻ കൊന്നുകൂട്ടി. അത് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ നിനക്ക് ഒരു കാര്യത്തിൽ ജ്ഞാനമുണ്ട്, മറുകാര്യത്തിൽ ജ്ഞാനമില്ല. ഇതാണ് പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തം വരുത്തി വെച്ച മഹാന്മാരാണ് ഈ പൂജരാജാക്കന്മാരെന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മരണം പോലും ഒഴിവാക്കാമായിരുന്നതില്ലേ? ഒഴിവാക്കാമായിരുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ ഒരു അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. അപ്പോൾ യേശുവിനെ വിധിച്ച മഹാപുരോഹിതനുണ്ട്. അങ്ങനെ പബ്ലിക്കായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് പകരം രഹസ്യമായി യേശുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ കാര്യങ്ങൾ തീർക്കാമായിരുന്നു. യേശുവിനെതിരെ അസൂയ നിമിത്തമാണ് അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് എല്ലാവർക്കും അറിയാം. ആ അസൂയ ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ യേശുവിനെ ജീവിക്കാൻ അനുവദിക്കാമായിരുന്നു. അങ്ങനെ എല്ലാവരും, യൂദാസ് യഥാർത്ഥത്തിൽ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ അവന് ചില യൂദാസിൻ്റെ പരിണാമം അതും ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ യൂദാസിൻ്റെ പരിണാമം വെച്ചാൽ അവൻ നല്ലവനായിരുന്നു, അതുകൊണ്ടാണ് ശിഷ്യനാകാൻ വന്നത്. പക്ഷേ യൂദാസിന് പറ്റിയതെന്താണ്? അവൻ്റെ മനസ്സ് മുഴുക്കെ പണത്തിനായിരുന്നു, പണം സമ്പാദിക്കാനായിരുന്നു. അതുകൊണ്ടെന്താ? മറിയം വിലയേറിയ സുഗന്ധദ്രവ്യം അവൻ്റെ കാലിൽ പൂശിയപ്പോൾ അവൻ പറയുകയാണ്, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത്? അവനൊരു കള്ളനായിരുന്നത് കൊണ്ടാണ്. പക്ഷേ ഇതിനേക്കാൾ വലിയ നികുതി പിടിച്ചു വരുന്ന മത്തായി അവിടെ മിണ്ടാതിരിക്കുന്ന സമയത്താണ് യൂദാസ് കയറി ഇങ്ങനെ ഡയലോഗ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു, പക്ഷേ ഒഴിവാക്കിയില്ല. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ടാണ് യേശു വന്നത്. അവൻ എല്ലാ പ്രവാചക വചനങ്ങളും അവൻ്റെ ജീവിതത്തിൽ നിറവേറ്റി. നിയമത്തെ ഇല്ലാതാക്കുവാനല്ല അവൻ വന്നത്, മറിച്ച് എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിക്കുവാനായിട്ട് വന്നു. എല്ലാ നിയമങ്ങളെയും പൂർത്തീകരിക്കുവാനായിട്ടുള്ള വന്ന അവൻ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി. നിൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. നീയും ഞാനും വിചാരിക്കും, ഇങ്ങനെയല്ല മറിച്ചാകാമായിരുന്നുവെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാനായിട്ട് നിനക്ക് സാധിക്കണം. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ പോരായ്മകൾക്കും നിന്നെ ഒരു പാഠം പഠിപ്പിക്കുവാനുണ്ട്.
പക്ഷേ നീ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നോ എന്നതാണ് പ്രശ്നം. എത്ര പഠിച്ചാലും അപ്പോൾ ബുദ്ധിയുള്ളവൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കും. മണ്ടൻ തൻ്റെ തന്നെ അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കും. അപ്പം പരമമണ്ടൻ എന്ന് പറഞ്ഞാൽ വെറും വിഡ്ഢി എന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങനെ പരാജയത്തിൻ്റെ അനുഭവം ഉണ്ടായാലും പഠിക്കില്ല, വീണ്ടും 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 അനുഭവം ഉണ്ടായാലും പഠിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ള പരമമണ്ടന്മാർ ആകരുത് എന്നാണ് കുരിശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുരിശിൻ്റെ പാഠം എന്താണ്? നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മക്കളെ നീ പഠിപ്പിക്കേണ്ടത് നിൻ്റെ തൊട്ടാവാടികളാകാൻ വേണ്ടിയല്ല, മറിച്ച് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും വേദനകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വേദനകളെയുമൊക്കെ അതിനോട് സമരസപ്പെട്ടുകൊണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു വിജയമായിട്ട് തീരാൻ വേണ്ടിയാണ് കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന പാഠമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ശരീരമെന്ന് പറയുന്നത് ചിതറിത്തെറിക്കുന്ന മണൽത്തരി പോലെയാണ്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്താ, നമ്മളുടെ ജീവൻ പോകുന്നു. സത്തയാണ് ജീവൻ. ഈ സത്ത പോകുമ്പോൾ ചത്തുപോയി എന്ന് നമ്മൾ പറയും. ആരെങ്കിലും പറഞ്ഞാൽ ചത്തു അല്ലേ, ചത്തുപോയി എന്ന് പറയാം. ഈ സത്തുപോയി എന്ന് പറഞ്ഞാണ് അതങ്ങനെയാണല്ലോ, ലോപിച്ച് ചത്തുപോയി എന്നായതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സത്തയാണ് ജീവൻ, ഈ സത്തയുടെ തലത്തിലേക്ക്, ആത്മാവിൻ്റെ തലത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് അവൻ കുരിശിൽ തൂങ്ങിയത്. അപ്പോൾ നമുക്കറിയാം, എൻ്റെ ശരീരം പൊടിയാണ്. ക്ഷാരബുധനാഴ്ച നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ട് വൈദികൻ നിന്നോട് പറയുന്നു, നീ പൊടിയാണ്, നീ പൊടിയിലേക്ക് പിന്തിരിയുമെന്ന്. അപ്പോൾ ഞാൻ പൊടിയാണ്, പൊടിയിലേക്ക് പിന്തിരിയും. പക്ഷേ ഈ പൊടിയായ എന്നെ ഒരുമിച്ച് നിർത്തുന്നത് എന്താണ്? ജീവനാണ്. പക്ഷേ എൻ്റെ ജീവൻ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പക്ഷേ യേശു കുരിശിൽ തൂങ്ങിയത് തന്നെ അപ്പമായി മുറിച്ച് നമുക്ക് നൽകിയത് നമ്മുടെ കൂടെ ആയിരിക്കാനും നിത്യജീവൻ നൽകുവാനും വേണ്ടിയാണ്. അപ്പോൾ ഈ ജീവൻ്റെ തലത്തിലേക്ക് ഉയരാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാണ് കുരിശ് സാർത്ഥകമായി തീരുക നിൻ്റെ ജീവിതത്തിൽ. എങ്ങനെയാണ് നീ നിൻ്റെ ജീവിതത്തെ, അപ്പോഴാണ് നീ വിജയിക്കുന്ന വ്യക്തിയായിട്ട് തീരുക. അപ്പോൾ പാതി വഴിയിൽ മരിച്ചു വീഴാൻ വേണ്ടി അല്ല ഈശോ നിന്നെ വിളിച്ചിരിക്കുന്നത്, മറിച്ച് നിൻ്റെ ദുഃഖങ്ങളെയും വേദനകളെയും ഇല്ലായ്മകളെയും മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും മറ്റുള്ളവരുടെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിനെയൊക്കെ വിജയിച്ചുകൊണ്ട് അവൻ്റെ ഉദ്ധാനത്തിൽ പങ്കുകാരാൻ പോകാൻ വേണ്ടിയാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മനോധൈര്യം ആവശ്യമാണ്. ഈ മനോധൈര്യമാണ് അപ്പച്ചനും അമ്മച്ചിയും ഒരു മകനും മകൾക്കും പകർന്നു കൊടുക്കേണ്ടത്. ഈ 2 ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അതായത് ഒരു അധ്യാപകനാണ്, അവൻ ട്യൂട്ടോറിയൽ നടത്തിയിരുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഒരു പെൺകുട്ടി മറ്റുള്ളവരുടെ ആരോ പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത് അവരേതാണ്ടൊക്കെ എഴുതി പീഡിപ്പിച്ചെന്ന് പറഞ്ഞു. പീഡന കഥ. കർത്താവേ, ദയവേത് എൻ്റെ പെങ്ങന്മാർ പീഡന കേസ് കൊടുക്കാതിരിക്കണേ. അപ്പോൾ പീഡന കേസ് കൊടുത്തു, ട്യൂട്ടോറിയൽ പൂട്ടി. എല്ലാവരും, അപ്പം അവൻ പറയുകയാണ്, എല്ലാവരും ആ നാട്ടിലുള്ള ആരും അവരോട് സംസാരിക്കാതായി, എല്ലാവരും മാറ്റി നിർത്തി. എന്നിട്ട് കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങളൊന്നും കൊടുക്കുകയില്ല. കാരണം പീഡിപ്പിച്ചനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ പോലും കൊടുക്കുകയില്ല. അങ്ങനെയൊക്കെ അവസാനം 7 വർഷത്തിന് ശേഷം അപ്പോൾ എല്ലാം നശിച്ചു, ആകെ ഉണ്ടായിരുന്ന സമ്പത്ത് നശിച്ചു, അയാൾക്ക് ജീവിക്കുക. അയാൾ പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പല പ്രാവശ്യം ശ്രമിച്ചതാണ്, പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്നു. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ താങ്ങും തണലും തുഷാരവുമായി എൻ്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്തില്ല. 7 വർഷത്തിന് ശേഷം ഇയാളുടെ കഥന കേട്ട ആ പെണ്ണ്, അവൾ പള്ളിയിലെ ധ്യാനത്തിൻ്റെ ദിവസം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞു, ഇതൊരു കള്ളക്കഥയാണ്, അയാൾ എന്നെ പീഡിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കുരിശ്, ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. ഇത്രയും വലിയ വേദനയിലൂടെ അയാൾ കടന്നുപോയപ്പോഴും ആ ഭാര്യ കൂടെ നിന്നതുകൊണ്ട് അതിനെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചു. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മോനെ ക്രിക്കറ്റ് കളിക്കരുത്, രാവിലെ മുതൽ വൈകിട്ട് വരെ നീ ക്രിക്കറ്റ് കളി കാണുകയായിരുന്നു, ഇനി പോയിരുന്ന് പഠിക്കൂ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൻ പോയി തൂങ്ങിച്ചെത്തു.
അവൻ്റെ പഠനമെന്ന് പറയുന്നത് തൂങ്ങിച്ചകലായിരുന്നു എന്ന് നമ്മൾ അറിയുന്നു. ഇന്നത്തെ മാതാപിതാക്കൾക്ക് നിങ്ങളിരിക്കുന്ന ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ മക്കളെ പേടിയാണ്. നിങ്ങളെ രാത്രിയിലും പകലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മക്കളാണ് നിങ്ങൾക്കുള്ളത് എന്ന് ഞാനിവിടെ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കില്ല എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടെന്താ, അനാവശ്യങ്ങൾ പോലും അത്യാവശ്യങ്ങളായിട്ട് ചിത്രീകരിക്കുന്ന ഈ ലോകത്ത് എല്ലാം കൊടുക്കും. അവർ നിങ്ങളെ കരുതുന്നത് വെറും ATM-ആയിട്ടാണ്. ഓൾ ടൈം മദ്യമല്ല, എനി ടൈം മണി അല്ലേ? അങ്ങനെയാണോ? അപ്പോൾ കുരിശിനെ ധ്യാനിക്കുന്ന നിങ്ങൾ, അപ്പോൾ ചില അപ്പച്ചനും അമ്മച്ചിയും പറയാറുണ്ട്, ഞാൻ ഗൾഫിലൊക്കെ പോയി, ഗൾഫിൽ നിന്നുണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ ഗൾഫിൽ പോയി ഒരുപാട് വിഷമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടു, ഒത്തിരി ഞാൻ വേദന അനുഭവിച്ചു, എനിക്ക് ആരുമില്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതെല്ലാവർക്കും ഉള്ളതാണ്, ഇത്ര വലിയ പറയാൻ എന്തോ ഉള്ളത്, ഒന്നുമില്ല. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട്, അതാണ് ഇനി പറയുന്നതാണ് നിങ്ങൾ കേൾക്കേണ്ടത്, അതുകൊണ്ട് എൻ്റെ മകനും മകൾക്കും ആ ദുഃഖവും വേദനയും ഉണ്ടാകാൻ പാടില്ല. എന്തൊരു പൊട്ടനാണ് അയാൾ! ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭോഷൻ ഇങ്ങനെ പറയുന്നവനാണ്, ഇങ്ങനെ പറയുന്നവളാണ് എന്ന് ഞാൻ പറയും. കാരണം നീ നിന്റെ മകനെ ഒന്നും പഠിപ്പിക്കുന്നില്ല, ഒരു ചുക്കും പഠിപ്പിക്കുന്നില്ല എന്ന് പറയില്ലേ? ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരായിട്ടാണ് നിന്റെ മകനെയും മകളെയും അങ്ങനെ പറയുന്നുവെങ്കിൽ നീ പഠിപ്പിക്കുന്നു. നീ കഞ്ഞി കുടിച്ചാൽ നിന്റെ മകന് പപ്സ് കൊടുക്കരുത്, കഞ്ഞി തന്നെ കൊടുക്കണം. നിന്റെ ത്യാഗവും വേദനയും നിന്റെ മകൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവൻ പണക്കാരനാകുമ്പോൾ ഒരു വലിയ ചെക്ക് എഴുതി പണം നിനക്ക് തരും. ചെക്ക് എഴുതി നിന്നെ വല്ല ആതുരാലയത്തിലും കൊണ്ടിട്ടിട്ട്, സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, സിസ്റ്റേഴ്സൊക്കെ നോക്കുന്ന വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ട് പറയും, ദേ ഞാൻ തന്നു, എന്താ പണം തന്നു, എനിക്ക് പണം തന്നു, ഞാനും തന്നു. നിന്റെ ത്യാഗവും വേദനയും മനസ്സിലാക്കാനുള്ള തരത്തിൽ നിന്റെ മകനെ നീ പഠിപ്പിച്ചില്ല എങ്കിൽ നീ ധ്യാനിക്കുന്ന കുരിശിന് ഒരു മഹത്വവുമില്ല, നീ എടുക്കുന്ന കുരിശിനും ഒരു മഹത്വവുമില്ല. നീ നിന്റെ മകനെ വേദനയിലൂടെ കടത്തിവിടുമ്പോഴാണ്, ത്യാഗങ്ങൾ എടുക്കാൻ നീ പഠിപ്പിക്കുമ്പോഴാണ്, ത്യാഗത്തിൻ്റെ വില അവൻ മനസ്സിലാക്കുമ്പോഴാണ് നിന്നെ സ്നേഹിക്കുക. ഈ മനസ്സെന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക് പോലെയാണ്. നീ വലിക്കുക, അത് 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 എന്താണ്, അതിനെ നിനക്ക് വികസിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ നിന്റെ മനസ്സിനെ വികസിപ്പിക്കുന്നത് എപ്പോഴാണ്? ത്യാഗം വഴിയാണ്. ആ ത്യാഗമാണ് നിന്റെ മക്കൾക്ക് നീ കൊടുക്കാതിരിക്കുന്നത്. മഴയിൽ നടക്കാൻ അവൻ പഠിക്കട്ടെ, മഞ്ഞത്ത് പോട്ടെ, ദുഃഖങ്ങളുടെ വേദനയിലും അവൻ ഒറ്റയ്ക്ക് നടക്കട്ടെ. അവനാവശ്യമില്ലാത്തതിൽ കൂടുതൽ പണം നീ കൊടുക്കുന്നെങ്കിൽ അവനെ നീ ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ത്യാഗമെടുപ്പാൻ, ത്യാഗത്തിലൂടെ നീ ത്യാഗം സഹിക്കുന്നെങ്കിൽ ആ ത്യാഗം അനുഭവിക്കാൻ, ആ ത്യാഗത്തിൻ്റെ അനുഭവത്തിലൂടെ നീ കടത്തിവിടുമ്പോഴാണ് നിൻ്റെ മകൻ നീ ആഗ്രഹിക്കുന്ന തരത്തിൽ വളരുക. അപ്പോഴാണ് കുരിശിൻ്റെ മഹത്വം അനുഭവിക്കാനായിട്ട് നിനക്ക് സാധിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി ഒരു മഹാനാണ്, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചവനാണ്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് കൊച്ചു അലക്സാണ്ടറിനെ ഈ കുതിരപ്പുറത്ത് കയറ്റി ഓടിക്കാനൊക്കെ പഠിപ്പിക്കും, തീയിലൂടെ നടത്തിക്കും. ഭയങ്കര വലിയ വലിയ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ അവനെ കടത്തിവിടുമായിരുന്നു. ഇത് കണ്ട് അവൻ്റെ അമ്മ കരയുമായിരുന്നു. അമ്മ ചോദിക്കും, ഫിലിപ്പേ നീ എന്തിനാണ് എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നമ്മുടെ അമ്മമാർ ചോദിക്കുന്ന അതേ ചോദ്യം, എന്തിനാ മോനെ എന്തിനാ? അപ്പോൾ പറയും, നിന്റെ മകൻ മഹാനായ ഒരു ചക്രവർത്തിയായി തീരണമെങ്കിൽ ഇങ്ങനെയുള്ള കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നുപോയാലേ അവൻ സാധിക്കുകയുള്ളൂ. അത് സാധിച്ചു. അപ്പോൾ അതാണ് കുരിശിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ശരീരത്തിൽ തകർക്കപ്പെടുമ്പോഴും ആത്മാവിൽ തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടി എൻ്റെ മകനും മകളുമൊക്കെ എല്ലാ ദുഃഖങ്ങളെയും വേദനകളെയും സഹിച്ച് അതിജീവനത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുവാനായിട്ട് വിജയിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുരിശിനെ ധ്യാനിക്കുന്നവരാകുക, കുരിശിലൂടെ പോയി കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരാവുക, കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശുകളെ അതിജീവിക്കുന്ന വ്യക്തിയായിട്ട് തീരേണ്ടവരാക്കി തീർക്കുക. അപ്പോഴാണ്
മഹത്വത്തിൻ്റെ കിരീടം അണിയുവാനായിട്ട് അവന് സാധിക്കുക. യേശുവിൻ്റെ മഹത്വത്തിൽ പങ്കാളികളാകുവാനായിട്ട് അവന് സാധിക്കുക. യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളികളാകുവാൻ അവന് സാധിക്കുക. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.